ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ കുട്ടിനായിട്ട് ഒരു റീൽ എടുക്കാനും വേണ്ടിട്ട് ഇറങ്ങിയിരുന്നേ. അപ്പൊ എന്ത് സംഭവം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വളരെ ദയനീയമായിക്കത്തൊരു വീഡിയോ ആണ് അല്ലേ? അതെ, വളരെ വിഷമമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ആറുവരിപ്പാതയില് വലിയൊരു അപകടം വന്നെങ്കിലും കൂടിയിട്ട് അത് മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയി എന്നൊക്കെ പറയുന്നത് പോലെയാണ് സംഭവിച്ചത്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഒരു ലോറി ടയർ പൊട്ടിയിട്ട് ഒരു പാർസൽ വണ്ടി അങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ട്. വളരെ ദയനീയമായ കാഴ്ച തന്നെയാണ്. എങ്കിലും കൂടിയിട്ട് അൽഹംദുലില്ലാ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഡ്രൈവർ അതെ രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുള്ള നമ്മുടെ കോട്ടക്കൽ മലപ്പുറം ഡിസ്ട്രിക്ട് കോട്ടക്കൽ മമ്മാലിപ്പടിയിലാണ് ഉള്ളത് അല്ലേ? ഞങ്ങൾ റീൽ ചെയ്യാൻ വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ആ ഡ്രൈവർ അങ്ങനെ പരിചയം ഇതിലുണ്ട്, നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ വലിയ അപകടമാണ് ഇത് കണ്ടത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ട് ബാങ്ക് കൊടുക്കേണ്ട വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോണേ. അപ്പോൾ ഏതായാലും ആ ലോറി ഇവിടുന്ന് പൊക്കുന്നതും അതിന്റെ എല്ലാ കാഴ്ചയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കൂടി വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് തുടങ്ങിയും അതുപോലുള്ള മോശപ്പെട്ട ടയർ കൊണ്ട് നിർബന്ധമായിട്ട് മുതലാളിമാരോട് പറഞ്ഞാൽ ഇതിട്ട് ഞങ്ങൾക്ക് ഓടാൻ കഴിയില്ല. ഈ ടയറൊക്കെ വളരെ മോശമാണ്. ആദ്യമായിട്ട് ഒരു ഡ്രൈവർമാരും അങ്ങനെയുള്ള വണ്ടി ഓടിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ആ വീഡിയോ എന്താ വെച്ചാൽ ദയനീയമാണ്. ഒന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിൽ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ മക്കളെ, ഞാൻ മാളു മുത്തു കുട്ടിമോൻ എല്ലാവരും ഉണ്ട്, പൊന്നുണ്ട്. അപ്പോൾ പൊന്നിനൊക്കെ കൂട്ടി നല്ലൊരു റീൽസൊക്കെ എടുക്കാൻ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ദയനീയമായ കാഴ്ച അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മുടെ കോഴിക്കോട് തൃശ്ശൂർ ആറുവരിപ്പാതയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. കോട്ടക്കൽ മമ്മാലിപ്പടിയിലാണ്. വളരെ ദയനീയമായ കാഴ്ച കേട്ടോ, ഒന്നും പറയാനില്ല. കണ്ട ആ വണ്ടിയുടെ ഒക്കെ കോലങ്ങൾ കണ്ടില്ലേ, എന്താ അവസ്ഥ എന്ന്. ഈ വണ്ടിയുടെ ടയർ പൊട്ടിയിട്ട് വണ്ടി നിയന്ത്രണം വിട്ട് മറിഞ്ഞതാട്ടോ. ഇത്രയും വലിയ സ്ലാബൊക്കെ ഇവിടെ ഉണ്ട്. ഇതിലെല്ലാം ഇടിച്ച് ഇതിന്റെ താഴ്വാങ്ങളൊക്കെ നിങ്ങൾ നോക്കി എന്താ അവസ്ഥ എന്നുള്ളത്. ഇതിന്റെ ടോട്ടലി തരിപ്പണമായിരുന്നു. ഇതിൽ ടയറിന്റെ രൂപം കണ്ടില്ല. ടയർ വളരെ മോശമാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ടയർ കൊണ്ടൊന്നും ആരും ഓടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും ഒരു ഡ്രൈവറാണ്. പരമാവധി ഇങ്ങനത്തെ നമ്മുടെ അന്നാമത്തെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളെ വീട്ടിലേക്കുള്ള നമ്മുടെ ചെലവിന് വേണ്ടി ഓടുകയാണ്. പക്ഷേ ഇങ്ങനത്തെ ടയർ വെച്ചിട്ട് ജോലി ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഓടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട് ഡ്രൈവർമാർ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് അൽഹംദുലില്ലാ. കാരണം അവർക്കൊരു പോറൽ പോലും കാര്യമായിട്ടൊന്നും ഏറ്റിട്ടില്ല. ഭയങ്കര സന്തോഷം ഉണ്ടായില്ലേ. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഈ രൂപം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങളവിടെ ഇറങ്ങിയതാണ്. കാരണം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തും ചെയ്തു. കാരണം ഇതിൽ ഫ്ലൈവുഡിൻ്റെ വണ്ടിയാണ് ഇതിട്ടോ. വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും ഇത്രയും എടുത്തിട്ട് ഇത്രയും നിയന്ത്രണം വിട്ട് ഈ വണ്ടി മറിയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും. കാരണം ഇത് ആറുവരിപ്പായതുകൊണ്ട് സ്പീഡിൽ എല്ലാ ഡ്രൈവർമാരും പോകുന്നതാണ്. കാരണം സ്വസ്ഥമായിട്ട് വൺ സൈഡല്ലേ. വേറൊരു വണ്ടി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് വലിയ ക്രൈനൊക്കെ ഇത് അവിടെ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ പൊക്കാൻ പോവുകയാണ്. ഇത് ഇപ്പുറത്തേക്ക് വലിയ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അങ്ങോട്ട് ഇതിൻ്റെ ഈ ഫ്ലൈവുഡുകളെല്ലാം അങ്ങോട്ട് മറിച്ചിട്ടുണ്ട്. എന്നിട്ട് വണ്ടി നേരെ മേലൊക്കെ കയറ്റാൻ പോവാണ്. അധികം താഴ്ചയിലേക്ക് മറിയില്ല. ഇത് ഈ കാണുന്ന ഈ വണ്ടിയിലുള്ള ഡ്രൈവറാണ് കേട്ടോ ഈ കാണുന്നത്. ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ഈ വണ്ടി ഉണ്ട്. ഈ കള്ളിഷാട്ടിട്ട ആളാണ് ഇത് വണ്ടി ഓടിച്ചിരുന്നത്. വളരെ സന്തോഷമുണ്ട്. ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ടില്ല. ഒരു പുറൽ പോലും ഏറ്റിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അവിടുന്ന്. അപ്പോൾ KNRCൻ്റെ വലിയ ക്രെയിനൊക്കെ അവിടെ വന്നിട്ടുണ്ട്. കാരണം അവർക്കും അവിടെ വർക്കുകൾ നടക്കുകയാണ്. അപ്പോൾ അവർക്കും ഇത് പെട്ടെന്ന് ഈ വണ്ടി ഇവിടുന്ന് ഒഴിവാകൽ അവരെ ആവശ്യമാണ്. അപ്പോൾ 2 ക്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. വലിയ ക്രെയിൻ വന്നിട്ട് 2 സൈഡിൽ നിന്ന് വണ്ടി പൊക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും റീൽസ് എടുക്കാൻ വേണ്ടി അതുവഴി വന്നതല്ല. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഈ വണ്ടി പൊക്കുന്നൊക്കെ ഒന്ന് ജസ്റ്റ് എടുക്കുക വീഡിയോയിൽ നിന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ അത് വീഡിയോ എടുത്തുകൊണ്ട് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ ഈ സൈഡിൽ ഒരു ചെറിയ ക്രെയിൻ, അപ്പുറത്ത് വലിയ ക്രെയിൻ വെച്ചിട്ട് ഈ വണ്ടി പൊക്കാൻ പോവാണ്. കുറേ അവർ ശ്രമിച്ചിട്ട് ലാസ്റ്റ് ഈ ഫ്ലൈവുഡ് മൊത്തത്തിൽ അങ്ങോട്ട് വീണ് പോകണില്ല. കാരണം ഒരു തടസ്സമായപ്പോൾ ലാസ്റ്റ് അവർ അതിന് വലിയ കയറ് കെട്ടിയതൊക്കെ ഈ ലോഡ് കെട്ടിയ കയറൊന്നും അപ്പോഴും അഴിഞ്ഞിട്ടില്ല. വളരെ നിയന്ത്രണത്തിനാണ് അവിടെ. ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോറികളെല്ലാം ഒരു സൈഡൊക്കെ ഇങ്ങോട്ട് അവിടെ സ്റ്റമ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ആ സൈഡിൽ കൂടെ ഒക്കെ ഓൺ സൈഡ് വെച്ചിട്ട് വണ്ടി വിടുന്നൊക്കെ ഉണ്ട്. ഇതാണ്ടിട്ട് വലിയ ക്രെയിനാണ്. അപ്പോൾ പിന്നെ ഇത്രയും വലിയ ക്രെയിന് വന്നതെന്ന് വെച്ചാൽ ഇത് ഫുള്ള് ലോഡാണ്. ലോഡ് മൊത്തം വെച്ചാൽ ഫ്ലൈവുഡാണ്. ഫ്ലൈവുഡ് അപ്പുറത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. വേറെ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് ലോഡെല്ലാം കയറ്റി പോകാൻ വേണ്ടി. സാധനങ്ങളത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ആളുകൾക്കൊന്നും ഡ്രൈവർമാർക്കൊന്നും പറ്റിയില്ല അൽഹംദുലില്ലാ. എങ്കിലും കൂടിയിട്ട് വണ്ടിക്ക് നല്ല കേടുപാടുകൾ കിട്ടാം. ഈ മൊത്തത്തിൽ ആ ഫ്രണ്ട് ഭാഗങ്ങളിലെ ടയറുകൾ കാര്യങ്ങൾ അവിടെ മൊത്തം അതിൻ്റെ ഹാൻഡ് ഹൗസിങ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ 2 പട് കൂറ്റൻ ഇറ്റാച്ചികൾ നിന്നിട്ട് ഇത്
പൊക്കാൻ പോവാണ്. അപ്പോൾ ഏതായാലും ഈ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡ്രൈവർമാരെന്ന് വെച്ചാൽ നമ്മളെ ബുദ്ധിമുട്ട് കൊണ്ട് എന്ത് പണിയും ചെയ്യാമെന്നല്ല, ഇങ്ങനെ മോശമുള്ള ടയർ കൊണ്ട് ഇത്രയും വലിയ ലോഡ് കയറ്റി പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം. ഇത് എല്ലാവർക്കും ഒരു ബോധവൽക്കരണം ആവട്ടെ. കാരണം നമ്മൾ പറയും മുതലാളിമാർ, പല മുതലാളിമാരും ഇപ്പോൾ എല്ലാവരും ഇല്ല, പല മുതലാളിമാരും നമ്മോട് പറയും അത് കുഴപ്പമില്ലാണ്ട് പോയിക്കോളൂ, ഈ ലോഡും കൂടി എടുക്കാമെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അവരോട് പറയണം ഈ വണ്ടി എനിക്ക് എടുക്കാൻ പറ്റില്ല ഈ ലോഡും വെച്ചിട്ട്, കാരണം ഈ ടയറും വെച്ച് ഓടാൻ കഴിയൂല എന്ന് നമ്മൾ പറയാൻ തയ്യാറാവണം. കാരണം നമ്മളെ കാത്തു നിൽക്കുന്ന ഒരുപാട് കണ്ണുകളുണ്ട് നമ്മുടെ വീട്ടിൽ, അവർ നമ്മൾ തിരിച്ചില്ലൊന്നും കാത്തു നിൽക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടയർ ഇട്ടാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഓടുമ്പോൾ നമുക്ക് 1-2 ദിവസത്തിന് പണി ഉണ്ടാവില്ല, എന്നാലും വേണ്ടിയില്ല, ഉള്ള വെള്ളം കുടിച്ച് നമ്മൾ വീട്ടിലിരുന്നാലും വേണ്ടിയില്ല. ഇതുപോലെ ടയർ വെച്ചുകൊണ്ട് ആരും ഓടരുത്. കാരണം ടയറിൻ്റെ മോശമാണ്. ഞാൻ ആ ടയറിൻ്റെ അടുത്തൊക്കെ ഫോക്കസ് ചെയ്ത് നോക്കി, കാരണം ആ ടയർ വളരെ മോശമാണ്, കുറച്ച് പഴയതുമാണ്. കാരണം സെക്കൻഡ് ഹാൻഡ് ടയറുകൾ എന്തോ ഉപയോഗിച്ചതോ എന്തോ ആവാൻ സാധ്യതയുണ്ട്. എനിവേ എന്തായാലും എല്ലാവരും സൂക്ഷിക്കാൻ നിർബന്ധമായിട്ടും ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഏതായാലും വേറെ ആളപായൊന്നും ഇല്ലാതെ, അതുപോലെ തന്നെ ആ സൈഡിലൊക്കെ ഇപ്പോഴും നടന്നു പോകുന്ന ആളുകളുണ്ട്. വൈകുന്നേരം അതേമാതിരി ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവിടെ എല്ലാം എപ്പോഴും റീൽസും കാര്യങ്ങളും എടുക്കലും അവിടെ വീഡിയോ എടുക്കലും പല രീതിയിൽ അവിടെ ആളുകളുണ്ടാകും. അവരെ അടുത്തേക്കൊന്നും പോവാതെ ഒരു കുഴപ്പമില്ലാതെ പടച്ചോൻ കാത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ആളുകളൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം ചുറ്റും ആളുകളാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ശരിക്കും ആദ്യം ഇത് അറിയില്ലായിരുന്നു. അതുപോലെ റീൽസ് എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ആ ഭാഗത്തൊക്കെ പോകാറുണ്ട്, വീഡിയോ എടുക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ഈ രംഗം അവിടെ നിന്ന് കണ്ടത്. അതിന് മുമ്പ് ഞാൻ പറയുന്നത് കേട്ടിരുന്നു അവിടെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞു. പക്ഷേ ഇത്രയും ഭയാനമായ സംഭവം എനിക്കും അറിയില്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ അങ്ങോട്ടൊന്നും പോയില്ല. കാരണം ഇതെന്താവും നോക്കാൻ ഉദ്ദേശിച്ച് കുറച്ച് അവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഏതായാലും അവരിങ്ങനെ പൊക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറേ സമയമായി തയ്യാറെടുത്ത് നിൽക്കുന്നത്. കാരണം കുറേ നോക്കുമ്പോഴൊന്നും വണ്ടി കാലം പൊങ്ങണില്ല. കാരണം അവിടെ താഴത്ത് കണ്ട് കുടുങ്ങിക്കിടക്കുകയാണ്. കുറച്ച് ചെറിയ ഒരു അതുവഴി കുറച്ചൊരു തോട് ഒഴുകി പോകുന്നുണ്ട്. ആ തോട്ടിക്കാണ് ശരിക്കും മറിഞ്ഞിട്ടുള്ളത്. കാരണം ആ തോടിന് 2 സൈഡും സ്ലാബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കറക്റ്റ് ആ ഗ്യാപ്പിക്കാണ് പോയിട്ടുള്ളത്. അപ്പുറത്ത് കുറച്ച് അതിൻ്റെ ബാക്ക് ഭാഗമെല്ലാം ശരിക്കും പാടാണ്, വെള്ളമുള്ള സ്ഥലമാണ്. അപ്പോൾ വലിയ ടാർപ്പായൊക്കെ വിരിച്ചിട്ട് അവർ ഈ ഇതിൻ്റെ കയറൊക്കെ അയച്ചപ്പോൾ ഇതിലുള്ള ഫ്ലൈവുഡുകളെല്ലാം ഒരു കേടുപാടും കാര്യമൊന്നും ഇല്ലാതെ അയക്ക് വീണിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും 2 ക്രൈൻ നിന്നിട്ട് ഇപ്പോൾ നേരെ പൊക്കാൻ പോകട്ടോ. അതുപോലെ തന്നെ KNRസിൻ്റെ വണ്ടികൾ തന്നെയാണ് ഇത് പൊക്കാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടലി വണ്ടിയുടെ ഏകദേശം ഭാഗങ്ങളെല്ലാം കേടുപാടായിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി അപ്പുറം ഒരു 50 മീറ്റർ അപ്പുറത്തുനിന്ന് വണ്ടി നിയന്ത്രണം വിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. ലാസ്റ്റ് ഇവിടെ ഒരു സ്ലാബിൻ്റെ കാര്യങ്ങളൊക്കെ വർക്ക് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെയാണ് വണ്ടി മറിഞ്ഞത്. അപ്പുറങ്ങൾ കണ്ടില്ല, അപ്പുറത്തേക്ക് ഇങ്ങനെ ഫ്ലൈവുഡുകളെല്ലാം താഴത്തേക്ക് അങ്ങോട്ട് വീഴുന്നുണ്ട് കേട്ടോ. ടോട്ടൽ അവിടെ ജനങ്ങളും തന്നെ അവിടെ അടുത്തുള്ള നാട്ടുകാരും എല്ലാവരും ഇത് എങ്ങനെയെങ്കിലും വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള എല്ലാ ആളുകളും വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒത്തൊരുമിച്ചാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത്. ക്രൈനുകളൊക്കെ ഉണ്ടെങ്കിലും സ്പെഷ്യലി KNRസിൻ്റെ സ്റ്റാഫുകൾ എല്ലാം അവിടെ റെഡി ആക്കുന്നത്. ഇതുണ്ട് നിങ്ങൾ ഈ കയർ അയച്ചിട്ട് ഇപ്പുറത്തേക്ക് ഇത് കുടുങ്ങിക്കിടക്കുന്ന ഈ ഫ്ലൈവുഡുകളെല്ലാം കയർ അറ്റിച്ച് വിട്ട് താഴേക്ക് ഈ ഫ്ലൈവുഡുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ വണ്ടി ഇവിടുന്ന് മാറ്റിയതിന് ശേഷം വേണം അടുത്ത വണ്ടി വെച്ചിട്ട് ഈ ഫ്ലൈവുഡ് എല്ലാം കയറ്റാൻ. കുറച്ച് വെള്ളമൊക്കെ അവിടെ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഫ്ലൈവുഡുകളൊക്കെ ഇപ്പോൾ നനഞ്ഞിട്ടുണ്ട്, എങ്കിലും കൂടിയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഇത് കുറച്ച് ഭാഗത്തേക്ക് മേലേക്ക് ഇപ്പുറത്തേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. ഈ ക്രൈനുകൾ ഇങ്ങനെ പൊക്കുന്നതിനിടയിൽ ഈ കയറിൻ്റെ ഒരു തടസ്സം കാരണം ആ കയർ അറ്റിച്ച് അങ്ങനെ അറുത്ത് കളഞ്ഞാൽ ബാക്കി ഫ്ലൈവുഡ് ഫുൾ അവിടെ തൂങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഫ്രീ ആവാത്ത വണ്ടി. പരമാവധി ഇവർ 2 സൈഡിൽ നിന്നുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്. അതാണ് ഏകദേശം ഇങ്ങോട്ട് ഇങ്ങനെ നീങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറച്ചൊക്കെ വെള്ളമുള്ള സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന് ഇഞ്ചിൻ ഭാഗങ്ങളിലുള്ള എല്ലാ ഓയിൽ കാര്യങ്ങളെല്ലാം അവിടെ മൊത്തം പോയിട്ടുണ്ട്. വണ്ടിക്ക് ഏകദേശം വർക്കുകളൊക്കെ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് തന്നെ വരും. മെയിൻ വണ്ടിന് എന്തായാലും, കാരണം ആളുകൾ രക്ഷപ്പെട്ടല്ലോ, കാരണം ആർക്കൊന്നും സംഭവിച്ചതില്ലല്ലോ. അതാണ് സ്പെഷ്യലി എന്തായാലും വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്. ഇതല്ല ഫ്ലൈവുഡ് മൊത്തത്തിൽ ഇവിടെ തൂങ്ങിക്കിടക്കണം. ഈ കയറാണ് പ്രശ്നം. ഇത് കെട്ടിയ കയർ ഇപ്പോഴും അടിപൊളി കെട്ടാണ് ഈ ലോഡ് കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ കയറിൻ്റെ ഒരു വെയിറ്റ് പവർ കൊണ്ടാണ് ഇപ്പോഴും ഫ്ലൈവുഡ് മൊത്തത്തിലാണ് താഴേക്ക് പോവാത്തത്. അപ്പോൾ അപ്പുറത്തെ അവിടെ താഴത്തുള്ള വീട്ടിലേക്ക് ഒരാൾ പോയിട്ടുണ്ട്. ഈ കയറെല്ലാം അറുത്ത് കഴിഞ്ഞാൽ ഈ ഫ്ലൈവുഡ് ടോട്ടലി അങ്ങോട്ട് താഴേക്ക് വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏകദേശം ഇത് മേലേക്ക് ഇത് അങ്ങോട്ട് ഇപ്പുറത്തേക്ക് പൊക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം റോഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ആ തോട്ടിൽ നിന്ന് കയറ്റി വെച്ചിട്ടുണ്ട്.
ഇനി ഏതായാലും പിന്നെ ക്രൈനുകൾ രണ്ട് സൈഡും നിന്നുകൊണ്ട് വളരെ സാഹസികമായി തന്നെയാണ് ഇത് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ഫ്ലൈവുഡ് കുടുങ്ങിയതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നിട്ട്, അല്ലെങ്കിൽ എപ്പോഴോ പരിപാടി കഴിയേണ്ട. ആ ഫ്ലൈവുഡ് ഇങ്ങനെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ഇതിൽ ഈ ബാക്ക് ഭാഗം ടയറാണ് വണ്ടി ഇത് പൊട്ടിയിട്ടില്ല കേട്ടോ. ബാക്ക് ഭാഗത്തിൽ ലെഫ്റ്റ് സൈഡ് എങ്ങാനാണ് പൊട്ടിയിട്ടുള്ളത് ആദ്യം. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് ബാക്ക് ഞാൻ ക്യാമറ കാണിക്കാം. കുറച്ചിങ്ങോട്ട് ബാക്കിൽ നിന്നാണ് ഈ വണ്ടി അവിടെ നിന്നാണ് പൊട്ടിയത്. ആ പൊട്ടൽ കണ്ടില്ല, ഇത് നേരെ വഴിക്ക് നേരെ ഇങ്ങോട്ട് പോന്നാണ്. ഏകദേശം മാളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് കേട്ടെ. ഞാൻ ഏതായാലും ഇനി നമ്മൾ വന്നില്ല, കുറച്ചവിടെ നിൽക്കുമെന്ന് പറഞ്ഞാണ് മാളിനോടും. അപ്പോൾ മാളിപ്പോൾ എന്നെ കാത്തവിടെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കുക, ഇത്രയും മോശപ്പെട്ട ടയർ വെച്ചിട്ട് പ്രത്യേകിച്ച് ലോങ് വണ്ടിയിലൊന്നും ആരും പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുത്തൻ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്കും ഞങ്ങൾക്കും ദൈവം അനുഗ്രഹം അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ. എല്ലാവർക്കും ബൈ ബൈ.